തൗഫീഖിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത്. ഒക്കെ ഒരു തൗഫീഖാണ്. തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത്. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തൗഫീഖ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൗഫീഖ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തൗഫീഖിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാന്നാണ്. ഒരു തടസ്സവും തൗഫീഖിൻ്റെ മുമ്പിലില്ല എന്നുള്ളതാണ്. പക്ഷെ നിയ്യത്തിൻ്റെ ശേഷേ തൗഫീഖുള്ളൂ, നിയ്യത്തിൻ്റെ മുമ്പ് തൗഫീഖില്ല. അടുത്തല്ല ഹജ്ജിന് പോകണമെന്ന് കരുതിയാലേ തൗഫീഖ് വരുള്ളൂ. തൗഫീഖ് വന്നിട്ട് കരുതലുണ്ടാവില്ല എന്നർത്ഥം. തൗഫീഖ് വന്നതിന് ശേഷം കരുതലുണ്ടാവില്ല. നിയ്യത്താണ്, കരുത്താണ് ആദ്യം ഉള്ളത്, തൗഫീഖ് പിന്നിലാണ്. തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. വലിയൊരു ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് ആ മനുഷ്യൻ. ഒരുപാട് കിതാബ് നോക്കിയെന്ന് മാത്രമല്ല, ആളുകൾക്ക് വളരെയധികം മനസ്സിലാവുന്ന രൂപത്തിൽ അതാണ് കൊടുക്കാനും പറ്റിയെന്നുള്ളത് അള്ളാഹു തആല ചെയ്ത വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും വലിയ തൗഫീഖിൻ്റെ ഉടമകളിൽ പെടുത്തി തരട്ടെ.